ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. 2 മണിക്കൂറിന് ശേഷമാണ് ഇവരെ താഴെ ഇറക്കാനായത്. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് സ്കൈ ഡൈനിങ്ങിനിടെ കുടുങ്ങിയത്. കാര്യങ്ങളെല്ലാം അറിയിച്ചോണ്ടിരുന്നു. പിന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. അവരും ഓക്കെ ആയിരുന്നു അല്ലേ? എല്ലാവരും ഓക്കെ ആയിരുന്നു. നമുക്ക് ഇതിന് മുന്നേ ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര പേരുണ്ടായിരുന്നു മൊത്തത്തിൽ? ഞങ്ങൾ 5 പേരായിരുന്നു. 5 പേര്, ഒരു 2 പിള്ളേരും പിന്നെ ഞങ്ങൾ 3 പേരായിരുന്നു. അവര് കോഴിക്കോട്ടുകാർ 6 പേരല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നു 5 പേര് തന്നെയായിരുന്നു. നിങ്ങൾ ഒരു സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നു? ഞാൻ ഒരാളായിരുന്നു. ഒരു കുടുംബത്തിലെ ആൾക്കാരാണോ അവര്? അവരെല്ലാവരും ഒരു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, അതിൽ കുടുങ്ങിയിരുന്ന ഒരു സ്റ്റാഫാണ് പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അവർ വലിയ ടെൻഷനില്ലായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ താഴെ ഇറക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. എല്ലാവരെയും താഴെ എത്തിച്ചോ? പിന്നെ എല്ലാവരെയും താഴെ എത്തിച്ചു, പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടായത് എന്നുള്ള ചോദ്യം എപ്പോഴും ബാക്കിയാകുന്നുണ്ട്. ആ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് DTPC അടക്കമുള്ള അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിന്റെ ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് വലിയ ഒരു സന്നിഗ്ധ ഘട്ടത്തെ പരിഹരിക്കാനായത് എന്നുള്ളത് തീർത്തും തന്നെ പറയാനാകും. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഉടനടി തന്നെ ആളുകളെ താഴെ ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. വിദഗ്ധനായ ഒരു ഫയർഫോഴ്സ് സേനാംഗം കയറ് കെട്ടി ഇതിന് മുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് ഈ കുട്ടികളെ അടക്കം താഴേക്ക് ഇറക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ആദ്യം ഈ താഴേക്ക്, പിന്നീട് കുട്ടി ഈ ഫയർഫോഴ്സ് സേനാംഗം എടുത്തു പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ അഭിനന്ദിക്കേണ്ട ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങളെ അഭിനന്ദിക്കേണ്ട ഒരു സന്ദർഭം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. 150ഓളം ഉയരത്തിൽ നിന്ന് ഈ കുട്ടികളെ അടക്കം നെഞ്ചോട് ചേർത്ത് പിടിച്ച് താഴേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഹൃദയത്തെ തൊടുന്നതായിരുന്നു. ഏതായാലും ഈ 5 പേരെയും സുരക്ഷിതമായി താഴെ എത്തിക്കാനായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നിലവിൽ ഉണ്ടായിരുന്ന മുകളിൽ കുടുങ്ങിപ്പോയത് 2 കുട്ടികൾ, 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളും അവരുടെ മാതാപിതാക്കളായ 2 പേരും കൂടാതെ ജീവനക്കാരിയുമാണ്. ജീവനക്കാരുടെ പ്രതികരണമാണ് നമുക്ക് അല്പനേരം മുമ്പ് കേൾക്കാൻ കഴിഞ്ഞത്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ നിലയിൽ കുടുങ്ങിപ്പോയാൽ ഏത് തരത്തിൽ പ്രതികരിക്കണം, ഏത് തരത്തിൽ നടപടികൾ എടുക്കണമെന്ന് അവർക്ക് കൃത്യമായി പരിശീലനം നേരത്തെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് അവർ പറയുന്നുണ്ട്. കൂടാതെ കൃത്യമായ കമ്മ്യൂണിക്കേഷനും ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വളരെ ശാന്തമായിട്ടാണ് ആ കാര്യങ്ങൾ പൂർത്തിയാക്കാനായത്. ഏതായാലും വലിയൊരു അസന്നിഗ്ധ ഘട്ടം, വലിയൊരു അപകട സാഹചര്യം ഒഴിഞ്ഞു മാറിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 150ഓളം അടി ഉയരത്തിൽ സ്കൈ ഡൈനിങ് എന്ന വിനോദസഞ്ചാര ഉപാധിയിൽ കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികളെ താഴെ ഇറക്കാനായി ഏതാണ്ട് 1.5 മാസത്തോളമായി 1.5 മാസത്തോളമായി മൂന്നാമത്തെ സമീപം ആനച്ചാലിൽ വന്നിരുന്ന സ്വകാര്യ സ്ഥാപനമാണിത്. അവരാണ് ഈ ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം വിനോദസഞ്ചാരികൾക്ക് ഒരുക്കിക്കൊണ്ട് വലിയ ജനപ്രീതി സൃഷ്ടിച്ച ഒരു സംവിധാനം ഒരുക്കിയത്. അതിലാണ് വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ജില്ലാ വകുപ്പ് DTPC അടക്കമുള്ള ആളുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾ അടക്കം അറിയിക്കുന്നുണ്ട്. അത്തരം പരിശോധനകൾ നടത്താൻ നമുക്ക് മനസ്സിലാകും. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിച്ചതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട് തന്നെയാണ്. ശരി ആഷിഖ്. 5 പേരാണ് ഇപ്പോൾ നിലവിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാൾ ഫയർഫോഴ്സിൻ്റെയും കൂടെ സഹായത്തോടു കൂടി മുകളിൽ ചെത്തി അവരെ റോപ്പ് ഉപയോഗിച്ച് താഴെ ഇറക്കാൻ, സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ച് താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ എത്രയും വേഗം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന 5 പേരെയും നമുക്ക് താഴെ എത്തിക്കാൻ വേണ്ടി കഴിയും.